എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, എല്ലാം പരിപാലിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ്, അതുപോലെ തന്നെ ദൈവമാണ് എല്ലാറ്റിൻ്റെയും അധികാരി എന്ന ബോധ്യം ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ വചനം ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കുന്ന ആരും അവരുടെ പ്രതിസന്ധികളിൽ തളർന്നു പോവില്ല. കാരണം ദൈവമാണ് എല്ലാറ്റിൻ്റെയും അധികാരി. ഈ പ്രതിസന്ധി എന്ത് വന്നാലും ദൈവത്തിൻ്റെ അധീനതയിലുള്ള കാര്യമാണ് നമുക്ക് വരുള്ളൂ. ദൈവം വിചാരിച്ചാലാണ് നമുക്കത് വരുള്ളൂ എന്നുള്ളത് അവന് ശക്തിയും അതുപോലെ തന്നെ പ്രത്യാശയും പകരുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം അത് അവനിലുണ്ടാകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം. അതുപോലെ തന്നെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. പിന്നെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഈശോയിൽ അഭയം തേടാം.